തോറ്റുപോയതിൻ്റെ കരച്ചിലാന്നൊക്കെ ചിലർക്കൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ തോറ്റതിൻ്റെ കരച്ചിലൊന്നും അല്ലെങ്കിലും ചെറുതല്ലാത്ത ഒരു സങ്കടം ബാക്കിയുണ്ട്. കാരണം ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബിന് മാത്രമാണ് ഇത്രയ്ക്കും ദുർവിധി അന്നും ഇന്നും എന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. റഫറിക്ക് കണ്ണ് കാണുന്നില്ല എന്നുള്ള വസ്തുത പോട്ടേന്ന് വെക്കാം. പക്ഷേ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഉള്ളി തൊലിച്ച് വെച്ച പോലുള്ള കളി കളിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യചിഹ്നം. ഏതായാലും റഫറി ഹൈദരാബാദ് എഫ് സിക്ക് അനർഹമായിട്ടൊരു പെനാൽറ്റി അവാർഡ് ചെയ്തതുകൊണ്ട് നിഖിലിന് കുറച്ച് തെറികൾ കേൾക്കാം എന്നല്ലാതെ ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും പകൽ വെളിച്ചത്തിൽ ഇൻ ദ ഡേ ലൈറ്റ് റഫറി റോബ്ഡ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നതായിരിക്കും ശരി. പകൽ വെളിച്ചത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും മത്സരം, പകൽ വെളിച്ചമല്ലല്ലോ, ഫ്ലഡ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും റഫറി മത്സരം കവർന്നെടുത്ത് കൊണ്ടുപോയി ഹൈദരാബാദിന് മുന്നിൽ ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകത്തില്ല. കാരണം ഹൈദരാബാദിന് അനർഹമായിട്ടൊരു പെനാൽറ്റി നൽകി, അതിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് ഡിസർവ് ചെയ്യുന്ന 2 പെനാൽറ്റി നിരസിക്കുകയും ചെയ്തു. ചങ്കും കരളും പറിച്ചു നൽകി പ്രതിരോധം കാഴ്ചവെക്കുന്നത് പോലെ ഹോർമിപ്പാർ റോയിവ മണ്ണിലേക്ക് അല്ലെങ്കിൽ പിച്ചിലേക്ക് ആണ്ട് കിടന്ന് ഒരു ഷോട്ട് സേവ് ചെയ്തു. അതിന് ആ റഫറി എന്തർത്ഥത്തിലാണ് പെനാൽറ്റി അവാർഡ് ചെയ്തത് എന്നറിയില്ല. കണ്ടില്ലെന്ന് കരുതി തെറ്റായ തീരുമാനം എടുക്കുന്നതിനെ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഇല്ലാത്ത കാര്യം കണ്ടെന്ന് കരുതി എങ്ങനെ ഇത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. മറ്റൊരു സംഭവം, അലക്സ് നോയയുടെ അല്ല ജിസിസിന്റെ കഴുത്തിൽ ലോക്ക് ഇട്ടതും റഫറി കണ്ടില്ല. അവിടെയും പെനാൽറ്റി ഡിസർവ് ചെയ്യുന്നു, കൊടുത്തില്ല. പിന്നെ നോഹയെ അവസാനം ഫോളോ ചെയ്യുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഏതായാലും റഫറിയുടെ ഏകപക്ഷീയമായ തീരുമാനം ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചു. തോറ്റവന്റെ രോദനം എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഇന്നത്തെ മത്സരത്തിന്റെ രത്ന ചുരുക്കത്തിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം.